മരിയൻ കിഡ്സ്, ത്രോൺ ഓഫ് ഗ്രേസ് ടോക്സ് പ്രേക്ഷകർ ഏവർക്കും ഓശാന ഞായർ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. മാർച്ച് 24 സ്വീഡനിലെ വിശുദ്ധ കാതറിൻ. സ്വീഡനിലെ ഉൽവാസയുടെ പ്രഭുവായ ഉൾഫ് ഗുഡ്സ്മാൻ്റെയും ഭാര്യ ബ്രിഡ്ജറ്റിൻ്റെയും മകളായി 1332 കാതറിൻ്റെ ജനനം. അമ്മ ബ്രിഡ്ജറ്റും വിശുദ്ധയാണ്. ഗർഭമലസി പോകുന്ന രോഗാവസ്ഥയിലുള്ളവരുടെ സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ കാതറിൻ. 12-13 വയസ്സുള്ളപ്പോൾ ജർമ്മൻ വംശജനായ നിരന്തര രോഗിയായ എഗഡ് വാൻ കൈറിനെ കാതറിൻ വിവാഹം കഴിച്ചു. പിതാവിൻ്റെ മരണശേഷം അമ്മ വിശുദ്ധ ബ്രിഡ്ജറ്റ് സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മകൾ കാതറിൻ തൻ്റെ ജീവിതം യേശുവിനോടുള്ള സ്നേഹത്താൽ ശുദ്ധതയ്ക്കായി കാഴ്ചവെച്ചു. രോഗിയായ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൾ ശ്രദ്ധ പുലർത്തി തൻ്റെ ഭർത്തൃസ്നേഹവും വിശുദ്ധമായ ജീവിതത്താൽ ദൈവസ്നേഹവും ഭക്തസുഹൃത പ്രവൃത്തികളാൽ തൻ്റെ പരസ്നേഹ പ്രവൃത്തികളും സുഹൃത സമ്പൂർണമാക്കി. ഭർത്താവിൻ്റെ അനുവാദത്തോടെ അവൾ അമ്മ വിശുദ്ധ ബ്രിഡ്ജറ്റിനോടൊപ്പം 1349 റോമിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്ത അറിഞ്ഞു. തുടർന്ന് അമ്മയോടൊപ്പം ജെറുസലേമിലേക്ക് പോയി. ഭർത്താവിൻ്റെയും അമ്മയുടെയും മരണശേഷം സ്വീഡനിലേക്ക് മടങ്ങുകയും അമ്മ സ്ഥാപിച്ച വാട്സ്റ്റേനർ കോൺവെൻറ്റിൻ്റെ മഠാധിപതിയായി പ്രവർത്തിക്കുകയും ചെയ്തു. പരിശുദ്ധ രക്ഷകൻ്റെ സഭ എന്നറിയപ്പെട്ട ആ മഠം പിന്നീട് ബ്രിഡ്ജറ്റൈൻസ് എന്നായി. 1375 കാതറിൻ വീണ്ടും റോമിലേക്ക് പോയി ബ്രിഡ്ജറ്റൈൻ സഭയുടെ അംഗീകാരം വാങ്ങി. അമ്മയുടെ നാമകരണത്തിനു വേണ്ടി കൂടി മകൾ റോമിൽ തന്നെ വീണ്ടും 5 കൊല്ലം താമസിച്ചു. ആ കാലയളവിൽ സിയനയിലെ വിശുദ്ധ കാതറിൻ സ്വീഡനിലെ കാതറിൻ്റെ സുഹൃത്തായി മാറി. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കാതറിൻ സ്വീഡനിൽ തിരിച്ചെത്തി. അധികം താമസിയാതെ 1381 മാർച്ച് 24 സ്വീഡനിൽ വെച്ച് മരിച്ചു. 1484 മുതൽ 1488 വരെയുള്ള കാലഘട്ടത്തിൽ പോപ്പ് ഇന്നസെൻ്റ് 8 വിശുദ്ധയുടെ നാമകരണ നടപടികൾക്ക് നേതൃത്വം നൽകി. വചനം സഖറിയ 9:9. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. വിചിന്തനം. തായെപ്പോലെ പിള്ളൈ എന്ന് തമിഴിൽ ഒരു ചൊല്ലുണ്ട്. സ്വീഡനിലെ വിശുദ്ധ ബ്രിഡ്ജറ്റിൻ്റെയും കാതറിൻ്റെയും ജീവിതം ഈ പഴമൊഴിക്ക് സാമ്യമാണ്.